ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ക്ലാസ് 9 കെമിസ്ട്രി സ്റ്റഡി വിത്ത് മീ ആനുവൽ എക്സാം പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചാപ്റ്റർ 3 കെമിക്കൽ ബോണ്ടിങ് രാസബന്ധനമാണ് നോക്കുന്നത്. നോക്കൂ, ഇവിടെ മോളിക്യൂളും നമ്പർ ഓഫ് ആറ്റങ്ങളുടെ എണ്ണം എഴുതാൻ തന്നിട്ടുണ്ട്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ ചേർന്നതാണ്, അപ്പോൾ O2. അപ്പോൾ അവിടെ എത്ര ആറ്റങ്ങളുണ്ട്? 2. വാട്ടർ H2O, അവിടെ എത്ര ആറ്റങ്ങളുണ്ട്? 3. ഇനി മീഥേൻ നോക്കൂ, അവിടെ എത്ര ആറ്റം ഉണ്ട്? കാർബൺ 1, ഹൈഡ്രജൻ 4. അപ്പോൾ 1+4 എന്ന് പറയുമ്പോൾ അവിടെ മൊത്തത്തിൽ 5 ആറ്റം ഉണ്ട്. ഇനി ഷുഗർ നോക്കൂ, ഷുഗറിൽ 12 കാർബണ്, 22 ഹൈഡ്രജന്, 11 ഓക്സിജന്. അതാണ് ഷുഗറിൻ്റെ മോളിക്കുലർ ഫോമുല. അപ്പോൾ അവിടെ എത്ര ആറ്റങ്ങളുണ്ട്? 22 + 12 + 11. അങ്ങനെ അവിടെ 22 + 11 33, 33 + 12 45 ആറ്റംസ് ഉണ്ട് ഷുഗറിൽ. അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. ഗ്രൂപ്പ് 18 ആണ് നോബൽ ഗ്യാസസ്, ഉത്കൃഷ്ടവാതകങ്ങൾ. ഇവിടെ ഹീലിയം ഒഴികെ ബാക്കി എല്ലാ എലമെൻസിനും മൂലകങ്ങൾക്കും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ്. ഇങ്ങനെ ഇലക്ട്രോൺസിനെ ബാഹ്യതമ ഷെല്ലിൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അറേഞ്ച് ചെയ്യുന്ന, ക്രമീകരിക്കുന്ന രീതിയാണ് ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോബൽ ഗ്യാസസിലെ എല്ലാ എലമെൻസും, എല്ലാ മൂലകങ്ങളും ഹീലിയം ഒഴികെ അവയ്ക്ക് ഒക്ടറ്റ് കോൺഫിഗറേഷൻ ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ളത്. അതുകൊണ്ട് അവർ കൂടുതൽ സ്ഥിരതയുള്ളവരാണ്, അവർ സ്റ്റേബിളാണ്. ഈ സ്റ്റെബിലിറ്റി കാരണം അവർ കെമിക്കൽ റിയാക്ഷനിൽ, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തില്ല. അതുപോലെ തന്നെ നോബൽ ഗ്യാസസിന് അലസവാതകങ്ങൾ, ഉത്കൃഷ്ടവാതകങ്ങളെ ഇനേർട്ട് ഗ്യാസസ്, അലസവാതകങ്ങളെന്നും വിളിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നോബൽ ഗ്യാസസ് കെമിക്കൽ റിയാക്ഷനിൽ, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണം ഇവിടുത്തെ ആറ്റംസിന് ഒക്ടറ്റ് കോൺഫിഗറേഷനാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ. ബാഹ്യതമ ഷെല്ലിൽ അഷ്ടക വിന്യാസമുണ്ട് ഇവിടുത്തെ ആറ്റങ്ങൾക്ക്. അതുകൊണ്ട് അവർ കൂടുതൽ സ്ഥിരതയുള്ളവരാണ്, മോർ സ്റ്റേബിൾ ആണ്. സച്ച് ആറ്റംസ് ആർ ജനറലി റിലക്റ്റന്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അങ്ങനെയുള്ളവ സാധാരണയായി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ വിമുക്തത കാണിക്കുന്നു. ഹീലിയം ഒഴികെ ബാക്കി എല്ലാവർക്കും ഒക്ടറ്റ് കോൺഫിഗറേഷനാണ്. ഹീലിയത്തിൻ്റെ കേസ് നോക്കുമ്പോൾ അവിടെ അറ്റോമിക് നമ്പർ 2 ആണ്. അവിടുത്തെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, അല്ലെങ്കിൽ ആദ്യത്തെ ഷെല്ലിൽ തന്നെ ഉൾക്കൊള്ളാനുള്ള 2 ഇലക്ട്രോൺസേ ഹീലിയത്തിനുള്ളൂ. അപ്പോൾ അതിന് ഡുപ്ലറ്റ് കോൺഫിഗറേഷൻ എന്നാണ് ഹീലിയത്തെ അറിയപ്പെടുന്നത്. ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ 2 ഇലക്ട്രോൺ സംവിധാനം, ഡുപ്ലറ്റ് കോൺഫിഗറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. മറ്റു ഉത്കൃഷ്ടവാതകങ്ങളെ പോലെ ഹീലിയവും സ്ഥിരതയുള്ളവരാണ്. ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഡുപ്ലറ്റ് കോൺഫിഗറേഷനാണ്, 2 ഇലക്ട്രോൺ സംവിധാനമാണ്. അവരും സ്റ്റേബിളാണ്, ഹീലിയവും സ്റ്റേബിളാണ്. അയോണിക് ബോണ്ടിങ്, അയോണിക് ബന്ധനം. അതിൽ സോഡിയത്തിൻ്റെ കേസ് നോക്കാം. സോഡിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ 281 എന്ന് പറയും. അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണാണ്. അപ്പോൾ സോഡിയം സ്റ്റേബിൾ ആണെങ്കിൽ ഈ ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുത്താൽ സോഡിയം സ്റ്റേബിൾ ആവും. ഇതിൻ്റെ ഓർബിറ്റ് മോഡൽ കോൺഫിഗറേഷൻ വരയ്ക്കുന്നത് ഇങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. നടുക്ക് ന്യൂക്ലിയസ്, പിന്നെ കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, ഇങ്ങനെയാണ് നമ്മൾ ഓർബിറ്റ് മോഡൽ വരയ്ക്കുന്നത്. ഇനി ഈ ഒരു ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്താൽ സോഡിയം ആറ്റം സ്റ്റേബിൾ ആവും. ഈ ഒരു ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുമ്പോൾ സോഡിയം ആറ്റം എന്തായി മാറുന്നു? സോഡിയം അയോണായി മാറുന്നു. അപ്പോൾ ഇത് എമൗണ്ട് ഓഫ് എനർജി required to remove the most loosely bound electron from the outermost shell of an isolated gaseous atom of an element is called its ionization energy. അപ്പോൾ അയോണീകരണ ഊർജം, അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ദി എമൗണ്ട് ഓഫ് എനർജി required to remove the most loosely bonded electron from the outermost shell of an isolated gaseous atom of an element is called its ionization energy. വാതക അവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജമാണ് ആ മൂലകത്തിൻ്റെ അയോണീകരണ ഊർജം എന്ന് പറയുന്നത്. അപ്പോൾ സോഡിയത്തിൻ്റെ കേസിൽ 281, ഈ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള ഊർജ്ജമാണ് അയണൈസേഷൻ എനർജി, അയോണീകരണ ഊർജ്ജം എന്ന് പറയുന്നത്. ഇതെന്താണ്? ലൂസ്ലി ബോണ്ടഡ് ആണ്. സ്വതന്ത്ര അവസ്ഥയിൽ ദുർബലമായിട്ട് നിൽക്കുന്ന ഈ ഒരു ഇലക്ട്രോണിനെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. ആ എനർജിയാണ്, റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ്, ആ ഊർജ്ജത്തെയാണ് അയണൈസേഷൻ എനർജി, അയോണീകരണ ഊർജ്ജം എന്ന് പറയുന്നു. അപ്പോൾ എന്താവും? സോഡിയം ആറ്റം അയോണായി മാറുന്നു. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് സ്റ്റേബിൾ ആവാനുള്ള എനർജിയാണ് നമ്മൾ അയണൈസേഷൻ എനർജി, അയോണീകരണ ഊർജ്ജം എന്ന് പറയുന്നത്.
ക്ലോറിൻ്റെ കേസ് നോക്കാം. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 കോൺഫിഗറേഷൻ വിന്യാസം വരുമ്പോഴത്തേക്ക് 287 എന്ന് പറയും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഈ 7 ഇലക്ട്രോൺസിനെ വിട്ടു കൊടുക്കുന്നതിനേക്കാൾ ഒരു ഇലക്ട്രോണിനെ വാങ്ങി സ്റ്റേബിൾ ആവുന്നതാണ്, സ്ഥിരതയുള്ളതാവുന്നതാണ് ക്ലോറിന് താല്പര്യം. അപ്പോൾ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങി അത് സ്റ്റേബിൾ ആവുന്നു, ക്ലോറൈഡ് അയോണായി മാറുന്നു. അപ്പോൾ അതിനാവശ്യമായ എനർജിയാണ്, ഊർജ്ജമാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്, ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. Electron gain enthalpy is the energy released when an electron is added to a neutral gaseous atom to form a negative ion. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുമ്പോൾ ഇതെന്തായി മാറുന്നു? നെഗറ്റീവ് അയോണായി മാറുന്നു. മറ്റേതിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമായിരുന്നു, അപ്പോൾ അത് പോസിറ്റീവ് അയോണായി മാറുന്നുണ്ടായിരുന്നു സോഡിയം. ഇവിടെ ക്ലോറിന് ഗേഷ്യസ് ആയിട്ട് ന്യൂട്രലായിട്ട് ഇരുന്ന ആളിൽ നിന്ന് ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്ത് സ്റ്റേബിൾ ആക്കുന്നു. അപ്പോൾ ഇത് നെഗറ്റീവ്, ക്ലോറൈഡ് മൈനസ് നെഗറ്റീവ് അയോണായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ ഒരു ന്യൂട്രൽ ഗേഷ്യസ് ആറ്റത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആവശ്യമായ എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇസ് ദി എനർജി റിലീസ്ഡ് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു എ ന്യൂട്രൽ ഗേഷ്യസ് ആറ്റം ടു ഫോം എ നെഗറ്റീവ് അയോൺ. ക്ലോറിൻ എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ ഗേഷ്യസ് ആറ്റമാണ്. അതിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നു. ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ക്ലോറൈഡ് അയോൺ, നെഗറ്റീവ് അയോണായി മാറുന്നു. ഒരു നിർവീര്യമായ വാതക ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ ചേർത്ത് അതിനെ ഒരു നെഗറ്റീവ് അയോണാക്കി മാറ്റുന്ന പ്രവർത്തനത്തിൽ പുറത്തുവിടുന്ന ഊർജ്ജത്തെ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി? ഒരു നിർവീര്യമായ വാതക ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ ചേർത്ത് അതിനെ ഒരു നെഗറ്റീവ് അയോണാക്കി മാറ്റുന്ന പ്രവർത്തനത്തിൽ പുറത്തുവിടുന്ന ഊർജ്ജത്തെ, എനർജി റിലീസ് ആവുകയാണ്. ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ അവിടെ എനർജി റിലീസ് ആവുകയാണ്, ഊർജ്ജം പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ഇതാണ് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്ന ഓർബിറ്റ് മോഡൽ. ആദ്യം നമ്മൾ സോഡിയത്തിൻ്റെ ഓർബിറ്റ് മോഡൽ വരച്ചു, അതുപോലെ തന്നെ ക്ലോറിൻ്റെ ഓർബിറ്റ് മോഡലും വരച്ചു. സോഡിയത്തിൻ്റെ നടുക്ക് ന്യൂക്ലിയസിൽ 11 പ്രോട്ടോണും 12 ന്യൂട്രോണും, ക്ലോറിൻ്റെ 17 പ്രോട്ടോണും 18 ന്യൂട്രോണുമാണ് ഉള്ളത്. ഇനി സോഡിയത്തിൻ്റെ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, എം ഷെല്ലിൽ 1 ഇലക്ട്രോണ്. അപ്പോൾ അത് സ്റ്റേബിൾ ആവാൻ 1 ഇലക്ട്രോൺസിന് ക്ലോറിന് വിട്ടുകൊടുക്കുന്നു. ക്ലോറിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺസേ ഉള്ളൂ. സോഡിയത്തിൽ നിന്നുള്ള 1 ഇലക്ട്രോണിനെ വാങ്ങിയാണ് അവർ സോഡിയം ക്ലോറൈഡായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റിയാക്ഷൻ കഴിഞ്ഞ് ഓർബിറ്റ് മോഡൽ വരയ്ക്കുമ്പോഴത്തേക്ക് സോഡിയം 1 ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുന്നു. അപ്പോൾ ഇനി കെ ഷെല്ലും എൽ ഷെല്ലും മാത്രമേ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ കാണത്തുള്ളൂ. സോഡിയത്തിന് പ്ലസ് 1 ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തുകൊണ്ട് ബ്രാക്കറ്റിൽ മുകളിൽ പ്ലസ് സൈൻ ഇട്ട് കൊടുക്കണം. ഇനി ക്ലോറിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ക്ലോറിൻ്റെ അവസാനത്തെ ഷെല്ലിൽ ഇവിടെ 7 ഇലക്ട്രോൺസേ ഉള്ളായിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് റിയാക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് അത് 1 ഇലക്ട്രോണിനെ സോഡിയത്തിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് ഇവിടെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് നമ്മൾ ഇടണം. 1 ഇലക്ട്രോൺസിനെ വാങ്ങിയത് കൊണ്ട് നമ്മൾ അതിൻ്റെ സൈന് മൈനസ് ആണ്. 1 ഇലക്ട്രോൺസിനെ വിട്ടു കൊടുത്തുകൊണ്ടാണ് ഒരു പ്ലസ് സൈന്, 1 ഇലക്ട്രോൺസിനെ വാങ്ങിയത് കൊണ്ടാണ് മൈനസ് സൈന്. അങ്ങനെയാണ് സോഡിയം ക്ലോറൈഡിൻ്റെ ഓർബിറ്റ് മോഡൽ നമ്മൾ വരയ്ക്കുന്നത്. ഇവിടെ നോക്കാം, നമ്മൾ എണ്ണി നോക്കിയോ, 2, 4, 6, 8 ഇലക്ട്രോൺസ്. ഇവിടെ 7 ഇലക്ട്രോൺസേ ഉള്ളായിരുന്നു. റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസായി. സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എം ഷെല്ലിലുണ്ടായിരുന്ന 1 ഇലക്ട്രോണെയാണ് നമ്മൾ ക്ലോറിന് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.